ഈ മുതലക്കുട്ടിക്ക് നീന്തം പഠിപ്പിച്ചിട്ടുണ്ട്, നമുക്കത് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. എനിക്കങ്ങോട്ട് വേണ്ടത് കയ്യൊക്കെ അടിച്ചോളി, പക്ഷെ നിങ്ങളെ വർക്കിന് ക്വാളിറ്റി ഉണ്ടാവണം. അല്ല, നിങ്ങളെ ഇലക്ട്രിക്കൽ കോൺട്രാക്ടർമാര് തമ്പടിച്ചെടുക്കുന്ന റെസ്റ്റ് ഹൗസ് ഉണ്ടാകുന്ന ഒരു വലിയൊരു പരാതിയും ഒരു റിപ്പോർട്ടും ഒരു ഫയലൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഫയൽ വന്നിട്ടുണ്ട്. എന്റെ മേശം ഞാൻ ഒന്നും തീരുമാനത്തില്ല, ശിവകുമാറിനെ വിചാരിച്ചിട്ട് മാത്രം തീരുമാനിക്കാൻ പോകാം. ഒരു മാറ്റമൊക്കെ ഉണ്ടാവും. ഗവൺമെന്റ് മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ജനം വോട്ട് ചെയ്തത് അത് നന്നായിട്ടുണ്ടാവും. ഞാൻ ഈ പരിപാടിക്ക് വരാൻ കാരണം ഞാനും ശിവകുമാറും തമ്മിൽ 2011 ഞാൻ കന്നി MLA ആയി വന്നപ്പോഴുള്ള ബന്ധം മാത്രമല്ല, അദ്ദേഹം ലീഡറെ വളർത്തുപുത്ര കെ കരുണാകരൻ സാറിന്റെ. അങ്ങനെയാണ് അദ്ദേഹം എൻ്റെ വന്ദനായ പിതാവ് സീരിയാജി ലീഡറുടെ ആത്മമിത്രമായിരുന്നു. അന്നാണ് ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ലോക്സഭയിലേക്ക് ശിവകുമാർ വിജയിച്ചു വരുന്നത്. അന്ന് ആ കാലഘട്ടത്തിൽ ക്ലിപ്പ് ഹൗസിൽ സ്ഥിരമായി രാവിലെ ഒക്കെ ഞാൻ പോകുമ്പോഴും എൻ്റെ വാപ്പ മരിച്ചതിന് ശേഷം ഞാൻ സ്ഥിരം പോകുമ്പോഴും ഒക്കെ ഇവരൊക്കെ അവിടെ ഉണ്ടാവും. അപ്പം അന്ന് മുതൽ ഒരു കൂട്ടം, അന്ന് MI ഷാനവാസ്, ജി കാർത്തികൻ, രമേശ് ഒക്കെ KC എല്ലാവരും ഉള്ള ഒരു ടീമായിരുന്നു. അതിൽ ഒരു ലീഗുകാരൻ ഞാനായിരുന്നു എപ്പോഴും അവിടെ പോകാറുള്ളത്. അങ്ങനെ ഞാൻ MLA ആയി, ശിവകുമാർ ആരോഗ്യവകുപ്പ് മന്ത്രിയായി. എൻ്റെ മണ്ഡലത്തിലെ ഒരു ആശുപത്രി താലൂക്ക് ആശുപത്രിയായി ഉയർത്തുന്നതിന് വേണ്ടി അദ്ദേഹം ഒരുപാട് സേവനം ചെയ്തു. അതിന് ഉദ്ഘാടനത്തിന് അദ്ദേഹം വന്നു, മാണി സാർ വന്നു. അങ്ങനെ നല്ല ബന്ധങ്ങളാണ്. 2021 വരെ അസംബ്ലിയിലും ഞങ്ങൾ വളരെ ഒരുമിച്ചായിരുന്നു. അദ്ദേഹം എൻ്റെ ഈ പരിപാടിയെ കുറിച്ചപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു. വിഷയങ്ങളൊക്കെ എന്നോട് നന്നായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അത് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ബിൽഡിങ്ങിന്റെ വർക്ക് വേറെ, ഇലക്ട്രിക്കൽ വർക്ക് വേറെ, അല്ലേ? അതല്ലേ നിങ്ങൾ ആവശ്യം. ആകെ ഈ മുതലക്കുട്ടിക്ക് നീന്തം പഠിപ്പിച്ചിട്ടുണ്ട്, നമുക്കത് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അപ്പൊ ഏതായാലും ഒരു കാര്യം ചെയ്യാം, അതൊരു 5 കൊല്ലമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിൽ നിന്ന് ഒരു മാറ്റം വരുന്നു. ഞാൻ ഏതായാലും ബന്ധപ്പെട്ട സെക്രട്ടറിനെയും അതുപോലെ ഞങ്ങൾ അസോസിയേഷന്റെ ഭാരവാഹികളെയും പ്രസിഡന്റ് ശിവകുമാറിനെയും സെക്രട്ടറിനെയും ഒക്കെ ഒന്ന് വിളിച്ച് ഒരു ജൂലൈ 10 മുമ്പ് ഞാനൊരു മീറ്റിംഗ് വിളിച്ചു. അസംബ്ലി 1-ാം തീയതി വരെയുണ്ട്. മീറ്റിംഗ് വിളിച്ചിട്ട് അതിലെങ്ങനെയൊക്കെ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനം. ഏതായാലും നമ്മൾ പ്രയാസപ്പെടുത്തില്ല, ആ നിലക്കുള്ള ഒരു തീരുമാനം ഉണ്ടാവും. പിന്നെ പറഞ്ഞു ഏജൻസി, എനിക്കതുകൊണ്ട് ഭയങ്കര എതിർപ്പില്ല ഒരാളാണ് ഏജൻസിക്ക് വർക്ക് കൊടുക്കരുത്. ഞാൻ MLA ആയി 15 കൊല്ലം നിന്നിട്ട് ഞാൻ ഏജൻസി വർക്ക് കൊടുക്കാത്തൊരു MLA. അതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ നന്നായി അറിയാം. അതൊരു കൂട്ടർക്കല്ലേ ലിങ്കായിട്ട് വർക്ക് കിട്ടാനുള്ളൊരു ഏർപ്പാടാണത്, കോമ്പറ്റീഷൻ അല്ല. ഒരു മാറ്റമൊക്കെ ഉണ്ടാവും. ഗവൺമെന്റ് മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ജനം വോട്ട് ചെയ്തത് അത് നന്നായിട്ടുണ്ടാവും. എനിക്കങ്ങോട്ട് വേണ്ടത് കയ്യൊക്കെ അടിച്ചോളി, പക്ഷെ നിങ്ങളെ വർക്കിന് ക്വാളിറ്റി ഉണ്ടാവണം. അതേപോലെ തന്നെ ഇപ്പൊ ഞാനെങ്ങനെ ആലോചിക്കണം എന്താ പറയാ, വർക്ക് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇലക്ട്രിക് വർക്ക് എപ്പോൾ തീരുന്നില്ല ഞാൻ ആലോചിക്കണം. രണ്ടും പാടെ നമുക്ക് പറയാം, ഒരുമിച്ച് പോകണം. മറ്റേത് ബിൽഡിങ്ങിന്റെ വർക്ക് കഴിഞ്ഞാൽ ഇലക്ട്രിക് വർക്ക് തീരാത്തതുകൊണ്ട് പിന്നെ അത് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതിന് നിങ്ങൾ ബോധം ഉണ്ടാവണം. അല്ല, ഒരുമിച്ച് ടെൻഡർ ചെയ്യാം. ടെൻഡർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ വർക്ക് ഡിലേ ആയിരുന്നു. മറ്റേ ഒരു വ്യാപാരോടെ മറുപടി പറഞ്ഞാൽ പിന്നെ 2 വ്യാപാരം വിളിച്ചേണ്ടി വരും. അതാണ് ഇതിന്റെ പ്രശ്നം. കാരണം ഒരാളോട് പറഞ്ഞാൽ മതി, പോരല്ലോ, 2 കൂട്ടരാണല്ലോ. അപ്പൊ ആ കാര്യത്തിൽ നിങ്ങൾ വേണം ഒന്ന് ഉഷാറാകുക. വർക്ക് ഡിലേ പോയാൽ പിന്നീട് പയതിലേക്ക് തിരിച്ചു വരും. ഒന്നാമത് ബിൽഡിങ്സിന്റെ കീഴിലാണ് ഇപ്പം ഇലക്ട്രിക് അല്ലേ, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ആ ഒരു കാര്യത്തിന് ഉണ്ടാണ്. പിന്നെ നിങ്ങളോട് ചോദിക്കാല്ലേ, ഇവിടെ നിങ്ങളതിലൊരു റെസ്റ്റ് ഹൗസ് ഉണ്ടോ ഇവിടെ ചുറ്റുപാടില്? ഇതല്ല, ഇവിടെ ഇതിന്റെ ഓഫീസ് എവിടെയാ? BMGയില്. അല്ല, നിങ്ങളെ ഇലക്ട്രിക്കൽ കോൺട്രാക്ടർമാര് തമ്പടിച്ചെടുക്കുന്ന റെസ്റ്റ് ഹൗസ് ഉണ്ടാകുന്ന ഒരു വലിയൊരു പരാതിയും ഒരു റിപ്പോർട്ടും ഒരു ഫയലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഏതാന്ന് ചോദിച്ചതാ. അങ്ങനെ ഫയൽ വന്നിട്ടുണ്ട്. എന്റെ മേശം ഞാൻ ഒന്നും തീരുമാനത്തില്ല, ശിവകുമാറിനെ വിചാരിച്ചിട്ട് മാത്രം തീരുമാനമെടുക്കാൻ പോകാം. കഴിഞ്ഞ ആഴ്ച അതേ ഞാൻ ചോദിച്ചത്. നമ്മളിങ്ങനെ പ്രസംഗിച്ച് പോകണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും തുറന്നാണ് ചോദിക്കാലോ. അതാണിന്നത്. ഒരു ഫയലുണ്ടാണ്. എങ്ങനെയായാലും ഏതായാലും നമുക്ക് കഴിഞ്ഞ 10 കൊല്ലം കുറെ ഉപദ്രവമേറ്റല്ല. അപ്പൊ നമുക്ക് തിരിച്ച് നല്ലൊരു പരിഹാരം നമുക്ക് എല്ലാ കാര്യത്തിലും ഉണ്ടാക്കാം. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം എന്നാണ് എനിക്ക് പറയുന്നത്. ഏതായാലും എനിക്കൊരു
കോൺട്രാക്ടേഴ്സിന്റെ എനിക്ക് ഒരുപാട് ആൾക്കാരെ നാട്ടിലൊക്കെ കോൺട്രാക്ടേഴ്സ് ഉണ്ട്. വർഗീസ് അറിയാം, മലപ്പുറം ജില്ലക്കാരാണ്. തിരുമതി ഉണ്ടായിരുന്നു, അബോജി ഉണ്ടായിരുന്നു, അല്ലേ? ആ ഒരു കാലഘട്ടത്തിൽ ഏതായാലും ആദ്യമായി എനിക്കൊരു സ്വീകരണം തന്നെ നിങ്ങളാണ്. അത് കൊണ്ടുള്ള നന്ദി രേഖപ്പെടുത്തണം. ഏതായാലും പ്രശ്നമൊക്കെ ഒരു പരിപാടി. ഞാൻ 10-ാം തീയതി 1-ാം തീയതി ഒരു അസംബ്ലി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 10-ാം തീയതി പിന്നെ നിങ്ങൾക്കറിയാലോ, ഓഫീസും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് സെറ്റായിട്ട് ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് ഒരു പരിഹാരം ഉണ്ടാക്കാമെന്നാണ് പറയാനുള്ളത്. കൂടുതലൊന്നും തന്നെ പറയുന്നില്ല.